എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്രധാനപ്പെട്ട സർക്കാർ ജോലി അവസരത്തെക്കുറിച്ചാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വളരെ നല്ല അവസരമാണിത്. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് 2026 മെയ് 21 അതിനാൽ താല്പര്യമുള്ളവർ സമയം കളയാതെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒഴിവുകളെ കുറിച്ച് നോക്കാം. പിയൂൺ, വാച്ച്മാൻ, സ്വീപ്പർ, ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ തസ്തികകളിലേക്ക് ഏകദേശം 85 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ലിഫ്റ്റ് അറ്റൻഡർ, അസിസ്റ്റന്റ്, ബൈൻഡർ, ടെയിലർ, ധോബി തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ ലഭ്യമാണ്. ഇനി ശമ്പള വിവരങ്ങൾ നോക്കാം. പിയൂൺ, വാച്ച്മാൻ, സ്വീപ്പർ, ഹൗസ് കീപ്പിംഗ്, അസിസ്റ്റന്റ്, ബൈൻഡർ, ധോബി തുടങ്ങിയ തസ്തികയിലേക്ക് ലെവൽ 2 ശമ്പള സ്കെയിലാണ്. ഇതിൽ ഏകദേശം 19,900 മുതൽ 63,200 വരെ ശമ്പളം ലഭിക്കും. കൂടാതെ മറ്റ് അലവൻസുകളും ലഭിക്കുന്നു. ഈ ലിഫ്റ്റ് അറ്റൻഡർ, ടൈലർ തുടങ്ങിയ തസ്തികയിലേക്ക് ലെവൽ 3 ശമ്പള സ്കെയിലാണ്. ഇതിൽ 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. ഇതിലും അധിക അലവൻസുകൾ ലഭിക്കുന്നു. ഇനി യോഗ്യതകളെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. പൊതുവായി ഭൂരിഭാഗം തസ്തികകളിലേക്ക് 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത മതിയാകും. ലിഫ്റ്റ് അറ്റൻഡർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് കൂടാതെ ലിഫ്റ്റ് മെക്കാനിസം സംബന്ധിച്ച പരിചയം ആവശ്യമാണ്. അസിസ്റ്റന്റ് ബൈൻഡർ തസ്തികയിലേക്ക് കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ടൈലർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് കൂടാതെ 3 വർഷത്തെ ടൈലറിംഗ് പരിചയം ആവശ്യമാണ്. അടുത്തത് ധോബി തസ്തികയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയും അനുബന്ധ ജോലി പരിചയവും ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞ എക്സ്പീരിയൻസ് ആവശ്യമായ തസ്തികയാണിത്. ഇനി പ്രായപരിധി നോക്കാം. അപേക്ഷകർക്ക് കുറഞ്ഞത് 18 വയസ്സ് ഉണ്ടായിരിക്കണം. പരമാവധി പ്രായം 40 വയസ്സ് വരെയാണ്. റിസർവേഷൻ ഭാഗങ്ങൾക്ക് സർക്കാർ നിയമാനുസൃത ഇളവുകൾ ഉണ്ടായേക്കാം. ഇനി ഫീസ് നോക്കാം. അപേക്ഷ ഫീസ് ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് 200 രൂപയാണ് അപേക്ഷ ഫീസ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ വിവരങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക. യോഗ്യതകൾ, പ്രായപരിധി, എക്സ്പീരിയൻസ് തുടങ്ങിയവയെല്ലാം ശരിയായി പരിശോധിച്ച ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഇതൊരു നല്ല സർക്കാർ ജോലി അവസരമാണ്, പ്രത്യേകിച്ച് കുറഞ്ഞ യോഗ്യതയുള്ളവർക്ക്. അതിനാൽ യോഗ്യരായവർ ഈ അവസരം നഷ്ടപ്പെടുത്താതെ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം. ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താം. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.